ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ ഏലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയാണിത്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തൊട്ടേ ചെനചെനാന്നുള്ള മഴയായിരുന്നു. ജൂൺ ഇതുവരെ ആയിട്ടും മഴയൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആകെ ഒരു സങ്കടത്തിലാണ്. മഴ ഇനി എത്തിയില്ലെങ്കിൽ കൃഷിയുടെ കാര്യവും വെള്ളത്തിൻ്റെ കാര്യമൊക്കെ അവതാളത്തിലാകും. കൂട്ടുകാരെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ നമുക്ക് കാപ്പിക്ക് വേണ്ടി പുട്ടും നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചോറും കറികളും എല്ലാമായി അടുക്കളപ്പണി തീർന്നു. ബീഫ് കറി ഇന്നലെ വെച്ചതാണ്. ഇന്നലെ വൈകിട്ട് വെച്ചു. അതാകുമ്പോൾ രാവിലെ പുട്ടിനും ഉച്ചയ്ക്ക് ചോറിനും ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. വലൈക്കും സലാം. എന്തോ? വലൈക്കും സലാം. പൊക്കോളൂ വേലേ. അമ്മ ഇറങ്ങി വരണോ? നടന്നിട്ട് തലവേദനയാടാ, അതാ. അങ്ങനെ രാവിലെ മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു. കൂടെ ഇറങ്ങി പോകാനായിട്ട് പനിയുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നിൽക്കുവാണ്. അതുകൊണ്ട് കൂടെ പോയില്ല, മേളിൽ നിന്ന് നോക്കി നിന്നു. അവർ രണ്ടുപേരും കൂടെ പൊക്കോളും. എന്നാലും കുറച്ച് ദൂരം ഞാൻ ഇറങ്ങി നിൽക്കുന്നതാണ്. വേണ്ട, നമുക്ക് ഏലമൊക്കെ ഇന്നിവിടെ പൂവിട്ട് നിൽക്കുക കേട്ടോ. കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്നത്തെക്കാലം പൂവുണ്ട്. ചെറിയ ചെറിയ ഏലക്കകളൊക്കെ പിടിക്കാൻ തുടങ്ങി. പൂവിന് ചുറ്റും നല്ല തേനീച്ചയൊക്കെ കാണാനായിട്ട് കുറേ നേരം ഞാനിങ്ങനെ ഏലത്തെ നിരീക്ഷിച്ച് നടന്നു. മക്കളെ സ്കൂളിൽ വിട്ടിട്ടാകുമ്പോൾ കുറച്ച് നേരം നടക്കാമല്ലോ. രാവിലത്തെ തിരക്കിൽ നടക്കുകയില്ല. രാവിലെ തിരക്കെന്നല്ല പറയുന്നുണ്ട്, എന്തൊരു ഓട്ടപ്പാച്ചിൽ അടുക്കളയിൽ. അതിൻ്റെ ഇടയിൽ ഏലം നോക്കാനായിട്ട് സമയം കിട്ടുമോ? ഇതാകുമ്പോൾ മക്കളെ വിട്ട് കഴിഞ്ഞ് നേരെ കുറച്ച് നേരം വന്ന് പറമ്പിലേക്ക് ഇറങ്ങി മുഴുവൻ ഭാഗങ്ങളും ഒന്ന് റൗണ്ട് ചെയ്താണ് കയറി വരുന്നത്. അപ്പോൾ ഏലത്തിന് എന്തൊക്കെ മാറ്റം വന്നെന്ന് ഓരോ ദിവസവും അറിയാൻ പറ്റും. പൂവായി, കായായി, അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ. ഇന്ന് ഏലത്തിന് മരുന്നടിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ച് കയറി വന്നതേ ഉള്ളൂ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം നട്ട പച്ചക്കറികളൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മഴ ആയതുകൊണ്ട് തന്നെ മാറ്റണം, പുറകോട്ട് മാറ്റണം. രാവിലെ മഴയില്ലായിരുന്നു ഇവിടെ. അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാണ് കേട്ടോ മഴ പെയ്തത്. മഴ തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ സൺഷെയ്ഡിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗുകളിൽ പച്ചക്കറി വിത്തുകൾ പാകി കൊടുത്തിരിക്കുന്നത്. ചില പച്ചക്കറി വിത്തുകൾ കേട്ടോ, തക്കാളി, മുളകും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏലത്തിന് മരുന്നടിക്കണമെന്ന്. എനിക്കൊരു 100 ലിറ്റർ മരുന്ന് മതി ഇത്രയും ഏലത്തിനും കൂടെ അടിക്കാനായിട്ട്. അതുകൊണ്ട് മരുന്നെല്ലാം ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കാക്കും ഇല്ല ഇവിടെ. എന്നാലും രാവിലെ മോട്ടറൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ ഒരാൾ വേണം നമുക്ക് ഓസൊക്കെ വലിക്കാനായിട്ട്. പണിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ തൊട്ടടുത്താണ് പണി. എന്നാലും ഞാൻ തന്നെ എനിക്ക് തന്നെ അടിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഞാനിതിടയ്ക്ക് ചെയ്യുന്നതാണ്. ഉള്ളപ്പോൾ കൂടിത്തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ആളുകൂടെ മരുന്നടിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓസ് വലിച്ചങ്ങ് പോകാം. പുറകെ നിൽക്കുന്ന ആളെ ഓസ് വലിച്ചു തരും. ഇതെവിടെയെങ്കിലുമൊക്കെ ഓസ് കുരുങ്ങും. കാരണം നേരത്തെ ഇവിടെ കാപ്പി കൃഷിയായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കാപ്പിക്കുറ്റികളുണ്ട്. പറിച്ച് കളഞ്ഞിട്ടില്ല. JCB കയറാൻ പറ്റുന്നൊരു സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ JCB കയറ്റി കിളപ്പിക്കാതാണ് ഏലം വെച്ചേക്കുന്നത്. ആൾ വരുമ്പോൾ കിളച്ച് പറിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും പണിക്ക് ആൾ വരുമ്പോൾ ഓരോരോ കാപ്പിക്കുറ്റിയായിട്ട് പറിക്കും കേട്ടോ. ഇനിയും കുറേയേറെ നിൽക്കുന്നുണ്ട്. അപ്പം ആ കാപ്പിക്കുറ്റിയിൽ ഈ ഓസ് വന്ന് കുരുങ്ങും. അതേ ഉള്ളൊരു പാട്. എന്താണെങ്കിലും അത്യാവശ്യം ഞാൻ കുരുങ്ങുമ്പോൾ ഞാൻ തിരിച്ച് വന്ന് തന്നെ വലിച്ച് കൊണ്ടുപോകും. കുറച്ച് ദിവസം സമയം പോകും. അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് ഈ പ്രാവശ്യം 1.5 മണിക്കൂർ എടുത്തു അടിച്ച് തീരാനെന്ന് തന്നെ പറയണം. കാരണം നല്ല കുളിപ്പിച്ചടിക്കേണ്ട ഒരു മരുന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം കൂടെ മുന്നോട്ട് പോയത്. ഏലത്തിൻ്റെ പണികളിൽ എനിക്ക് ഏറ്റവും പാടെന്ന് തോന്നുന്നൊരു പണിയാണ് കേട്ടോ ഈ മരുന്നടിക്കൽ. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് മരുന്നടിക്കാനായിട്ട്. ബാക്കി എല്ലാ പണിയും അത്യാവശ്യം എനിക്ക് മടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തു തരും. ഈ മരുന്നടിക്കുന്ന ദിവസം ഓർക്കാൻ കൂടി പേടിയാണ്. ഈ പുതിയ മോട്ടർ വന്നതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. എന്നാലും നമുക്കൊരു കുറച്ച് പാടുള്ളൊരു പണിയാണ്. കാരണം മരുന്നെല്ലാം മുഖത്ത് വീഴും. കണ്ണാടി, മാസ്ക്, ഗ്ലൗസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് മരുന്നടിക്കേണ്ടത്. കണ്ണാടിയൊന്നും തേടിയിട്ട് കണ്ടില്ല. പിന്നെ ഗ്ലൗസ് ഇട്ട് കൊടുക്കണം. ഞാൻ വലിയ പ്രശ്നമില്ലാത്ത മരുന്നായതുകൊണ്ടാണ് ഗ്ലൗസും ഇടാത്തത്.
ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം ഉണക്കിന് ശേഷം മരുന്നടിക്കുന്നത് വളരെ എളുപ്പമാണെന്ന്. കവാത്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ഏലത്തട്ടയല്ലേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ അടിക്കാം. ഇതിന് മുന്നൊക്കെ ഞാൻ മരുന്നടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടത് തന്നെയാണ്. ഒരുപാട് കട്ടയൊക്കെ കൂടി നിൽക്കുമ്പോഴത്തേന് ഒരുപാട് സമയം എടുക്കും. ഓരോ ഏലം അടിച്ച് തീരാൻ തന്നെ ഒരു 5 മിനിറ്റോളം എടുക്കും. അതുപോലെ ഏലം പടർന്ന് നിൽക്കുമായിരുന്നു. നീ ഇത് പഴയതുപോലൊക്കെ തന്നെ കയറി വരും കേട്ടോ. അത് കുറച്ച് മരുന്നൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പുതിയ പുതിയ തട്ടകളും ചിമ്പുകളും ഒക്കെ അടിച്ച് നല്ലതുപോലെ തന്നെ കയറി വരും. ഏലം വെക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ടല്ലോ, അതിനെ നോക്കുന്നത് പോലെ തന്നെ നമ്മൾ ഏലത്തിനോട് നല്ലതുപോലെ കഷ്ടപ്പെട്ട് നോക്കണം. എന്നും അതിൻ്റെ ചുവട്ടിൽ വരികയും അതിനെ ഒന്ന് സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറും. ഞാൻ ശരിക്കും മരുന്നടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കേട്ടോ. വേറെ കുടുങ്ങുന്ന ഓസ് വലിക്കണം, അതിൻ്റെ കൂടെ തന്നെ ക്യാമറ ഒന്ന് നോക്കി പോകണം. സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ച് ട്രൈപോഡ് കൊണ്ട് നടന്നൊക്കെ അടിച്ചെടുക്കുക. എന്നാലും എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് തരണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് മാത്രമാണ് ക്യാമറയായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് നടന്നു കേട്ടോ. എന്നാലും വേണ്ടിയല്ല, നിങ്ങൾക്കും കൂടെ കാണാമല്ലോ മരുന്നൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്ന്. സാധാരണ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും മരുന്നടിക്കാൻ തുടങ്ങും. അതാകുമ്പോൾ 8-8:30 മരുന്നടിയൊക്കെ കഴിയുമല്ലോ. ഇന്ന് കുറച്ച് താമസിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. കറക്റ്റ് 21 പൊക്കം മരുന്നടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ തണ്ടുപുഴുവിൻ്റെ ഒന്നും ശല്യം കാണുകയില്ല. അതെല്ലാം മരുന്നടിക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ തട്ടകളും ചിമ്പുകളും ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഈ പുഴു കുത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ആയിപ്പോകും ഏലം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും 21 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയി 25 ദിവസത്തിനും അപ്പുറം പോകുകയില്ല, അതിന് മുമ്പ് തന്നെ മരുന്നടിക്കും. വളം ഇട്ട് കൊടുക്കാൻ താമസിച്ചാലും ഞാൻ മരുന്ന് കറക്റ്റേ അടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഏലം കയറി വരുമായിരുന്നു. കറക്റ്റ് 21 ദിവസമൊക്കെ ആകുമ്പം അടുത്തത് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഏലം കുത്തിപ്പോവുകയില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇതെല്ലാം നശിപ്പിക്കുന്ന കാണുമ്പോഴത്തേനും നമുക്ക് സങ്കടം തോന്നും. അതുകൊണ്ട് തന്നെ കറക്റ്റ് 21 പൊക്കം അങ്ങ് മരുന്നടിച്ചു കൊടുക്കാനായിട്ട് മടി കാണിക്കത്തേ ഇല്ലായിരുന്നു. ഏറ്റവും പാടുള്ള പണിയാണെങ്കിലും കറക്റ്റ് മരുന്നടിച്ചിരിക്കും. സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു വീട്ടമ്മയുടെയും ഒരു ആഗ്രഹമാണ്. അതുപോലെ എൻ്റെ ഒരാഗ്രഹമായിരുന്നു എന്തെങ്കിലും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് സമയം കളയാതെ ഒരു 10 ഏലോ 20 ഏലോ ഒക്കെ വെച്ച് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ലേ, നമുക്ക് നോക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ 20 ഏലത്തിൽ നിന്ന് നമ്മൾ വരുമാനം കണ്ടെത്തി തുടങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും പിന്നെയും ബാക്കി വെക്കാനായിട്ട്. അപ്പോൾ സ്ഥലം ഉള്ളതുപോലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഏലം വെച്ച് കൊടുക്കണം. ഇനി എനിക്കൊരു 10-20 മൂട് ഏലവും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് ഈ വർഷം തട്ട പിരിക്കാനായിട്ടില്ല. ഇതിൽ നിന്നും തട്ട പിരിച്ചെടുക്കണമെന്നും പറഞ്ഞാണ് കഴിഞ്ഞ വർഷം ഏലം വെച്ച് നിർത്തിയത്. ഈ വർഷം ഏലത്തട്ടയ്ക്ക് നല്ല വിലയാണ്. ഏലത്തട്ട വാങ്ങിച്ച് വെപ്പും നടക്കുകയില്ല. അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് തട്ടയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു വർഷവും കൂടെ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളിതേണ്ട താഴ്ഭാഗം മുഴുവനും ഏകദേശം മരുന്നടിച്ച് തീരാറായി കേട്ടോ. ഇനി ഈ മരുന്നടിച്ച് തീർന്നിട്ട് വേണം ഫത്താഹിൻ്റെ സ്കൂളിൽ നിന്ന് ക്ലാസ് PT ആണ്. ആ ക്ലാസ് PTയിൽ പോയി പങ്കെടുക്കണം. ആദ്യം ഞാൻ ഓർത്തത് ക്ലാസ് PT ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് മരുന്നടിക്കാവുന്നതാണ്. അപ്പം മിക്കവാറും ഒരു മഴക്കോൾ ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെ കാലാവസ്ഥ കണ്ട് തോന്നിയത് കൊണ്ട് തന്നെ എന്നാൽ രാവിലെ മരുന്നടിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ മരുന്നടിച്ച പുറകെ തന്നെ മഴ പെയ്തെന്നുള്ളതാണ് ഒരു സത്യം. മരുന്നൊക്കെ അടിച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ അടിപൊളി മഴ തകർക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മഴ പെയ്തതെന്നൊരു ആശ്വാസമുണ്ട്. മരുന്നൊക്കെ ഏകദേശം പിടിച്ച് കാണും. ഇന്ന് ഏലത്തിന് മരുന്നെടുക്കുന്ന വിശേഷങ്ങൾ മാത്രമേ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഏലത്തിന് മരുന്നടി കഴിയുമ്പോൾ അത്യാവശ്യം മടുത്തു പോകും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏലത്തിന് മരുന്നൊക്കെ അടിച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറോളം ഞാൻ കിടന്ന് വിശ്രമിക്കാറുണ്ട്. ഇന്ന് അതിന് പറ്റിയില്ല, നേരെ സ്കൂളിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഏലത്തിന് മരുന്നടിച്ചു, ഓടി വന്ന് കുളിച്ചു, നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയി വന്ന ശേഷമാണ് രാവിലത്തെ കാപ്പി പോലും ഞാൻ കുടിക്കാനിരുന്നത്. കാരണം അത്രയ്ക്കും സമയം പോയിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. എന്നാലും PTA മീറ്റിംഗ് തുടങ്ങിയ പുറകെ തന്നെ ക്ലാസ്സിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.